ये पाव का ये भाग है ना, ये वेरी इम्पोर्टेंट है। ये फर्स्ट हार्ट, ये सेकंड, थर्ड हार्ट, ये सेकंड हार्ट बोलते हैं। ये क्योंकि वो खून इधर से आके रिटर्न इधर से आके ये इधर स्टोरिंग करके इधर से पंपिंग जाता है। इधर कुछ प्रॉब्लम है तो क्लीनिंग करने वाला खून इधर ही रखता है। वो उधर इधर शुद्ध वाला इधर जाके इधर क्लीनिंग करने वाला इधर से सीधा पंपिंग करके जाता है। इधर कुछ प्रॉब्लम है तो उसका मतलब खून किधर भी बंद हो गया, ब्लड ये फैट जाके कुछ बंद हो गया, ऐसा सोचना पड़ेगा। नहीं तो किडनी में कुछ प्रॉब्लम हो गया, वो किडनी में बराबर क्लीनिंग बराबर नहीं होता। इसके लिए ये शरीर का पाव का ये भाग वो अच्छा से रखना पड़ेगा। ये थर्ड हार्ट बोलते हैं। ये अच्छा से ये भाग मसाज करेगा तभी डेली बराबर करेगा तभी अच्छा, ऐसा अच्छा मसाज करके ये भाग अच्छा से रखने का तो हमारा बॉडी भी बराबर हो जाएगा। इसके लिए ये ध्यान रखने का। കാലിൻ്റെ ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇതിനെ ഇടതുവശത്തുള്ളതിനെ സെക്കൻഡ് ഹാർട്ടും വലതുവശത്തുള്ളതിനെ തേർഡ് ഹാർട്ടും എന്നാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഇതിൽ നിന്ന് ശുദ്ധരക്തം വന്ന് തിരിച്ച് ഇങ്ങനെ പോയി ഇവിടെ വന്ന് സ്റ്റോർ ചെയ്ത് അവിടുന്ന് പിന്നെ അശുദ്ധരക്തം പമ്പ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്തെങ്കിലും തകരാറ് സംഭവിക്കുകയാണെങ്കിൽ അതിനർത്ഥം എവിടെയെങ്കിലും ഹാർട്ട് ബ്ലോക്കായി, അല്ലെങ്കിൽ ഈ കൊഴുപ്പ് അടിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായി, അല്ലെങ്കിൽ കിഡ്നിയിൽ യഥാർത്ഥത്തിൽ ഈ അശുദ്ധരക്തം ശുദ്ധീകരിക്കണില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളായിട്ട് കണക്കാക്കപ്പെടേണ്ടി വരും. അപ്പോൾ ഈ ഭാഗം എപ്പോഴും ഇതിൻ്റെ വലതുകാലത്തിൻ്റെ ഭാഗം എപ്പോഴും നല്ല ആരോഗ്യമുള്ള അതായിട്ട് എപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കണം. അപ്പോൾ നമ്മൾ വാക്കിങ്ങൊക്കെ ചെയ്യുമ്പോൾ ഇവിടെയാണ് നമുക്ക് പവർ കിട്ടുന്നത്. ഈ ഭാഗം നല്ല രീതിയിൽ ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലും അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകും. അതിനാൽ ഈ ഭാഗം നമ്മളെപ്പോഴും എല്ലാ ദിവസവും മസാജ് ചെയ്യുന്നതും നല്ലതാണ്. അശുദ്ധ രക്തം ഇവിടെ നിന്നാണ് പിന്നെ പോകുന്നത്. അതിനാൽ ഇത് വളരെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇങ്ങനെ മസാജ് ചെയ്യണത് കുറച്ച് നേരം ചെയ്യണത് നല്ലതാണ്. കാലിൻ്റെ ഈ ഭാഗത്തുള്ള കാൽവണ്ണയുടെ ഈ മസിലിനെ സെക്കൻഡ് ഹാർട്ട് എന്നും തേർഡ് ഹാർട്ട് എന്നാണ് പറയുന്നത്. നമ്മുടെ മെയിൻ ഹാർട്ട് കഴിഞ്ഞിട്ട് ഇത് സെക്കൻഡ് ഹാർട്ട് എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ അശുദ്ധ രക്തമെല്ലാം അവിടെ വന്ന് അവിടെ നിന്നാണ് പിന്നെ പമ്പ് ചെയ്ത് പിന്നെ അവിടെ നിന്നാണ് ഹൃദയത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് സെക്കൻഡ് ഹാർട്ടും തേർഡ് ഹാർട്ടും എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് എന്തെങ്കിലും പ്രശ്നം ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി എന്നർത്ഥം. അതുപോലെ കിഡ്നിക്ക് തകരാറ് വരുമ്പോഴും ഇതുപോലെ പ്രശ്നം. ഒരു ദിവസം 7500 നടക്കണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. മടി പിടിച്ചിരിക്കാതെ ദിവസം നടന്ന് കാലിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുമോ?